നമസ്കാരം കൂട്ടുകാരെ. കേരള PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും പിന്നെ അവയെക്കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ഈ വർഷങ്ങൾ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തേത് അഞ്ചുതെങ്ങ് കലാപമാണ്. 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. അഞ്ചുതെങ്ങ് കോട്ട കേന്ദ്രീകരിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഉണ്ടായ ആദ്യകാല പ്രതിരോധങ്ങളിലൊന്നാണ് ഈ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ തുടക്കകാലത്തിൽ, അതായത് ആദ്യത്തിൽ അവർ നടന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണിത്. ഏകദേശം ഇതായിരുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾക്കുള്ള തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ആറ്റിങ്ങൽ കലാപം. അത് 1721 വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. 1721 അത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ കലാപമായിട്ടാണ് പറയുന്നത്. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം അല്ലെങ്കിൽ സംഘടിത ജനകീയ കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ഇത് ആറ്റിങ്ങൽ റാണിയുടെ ഭരണകാലത്താണ് ഈ സംഭവം നടന്നത്. അത് കഴിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് ഒന്നാം പഴശ്ശി വിപ്ലവമാണ്. 1793 മുതൽ 97 വരെ ഇത് നീണ്ടു നിന്നു. കേരളവർമ്മ പഴശ്ശി രാജാവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ പോരാട്ടമാണ് ഒന്നാം പഴശ്ശി വിപ്ലവം. വയനാട് കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഈ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവം. 1800-1805 കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. മറ്റേത് 97 കഴിഞ്ഞു, വീണ്ടും പിന്നെ 800-805 നടക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പഴശ്ശി രാജാവ് വീണ്ടും നടത്തിയ ശക്തമായ ഒരു പോരാട്ടമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 1805 പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചതോടെ ഈ സമരം തീരുകയും ചെയ്തു. 1805 പഴശ്ശി രാജാവ് മരിച്ചു, ഈ സമരവും തീർന്നു. അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് മലബാർ കലാപമാണ്. മലബാർ കലാപം 1921, അതുപോലെ തന്നെ വാഗൺ ട്രാജഡി നടക്കുന്നത് 1921. അപ്പോൾ ഇതുവരെയുള്ള വർഷങ്ങൾ നമുക്ക് നോക്കാം. അഞ്ചുതെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1921, ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെ, രണ്ടാം പഴശ്ശി വിപ്ലവം 800 മുതൽ 1805 വരെ. അത് കഴിഞ്ഞ് മലബാർ കലാപവും വാഗൺ ട്രാജഡിയും 1921. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും ജന്മി വ്യവസ്ഥയ്ക്കെതിരെയും നമ്മുടെ മലബാറിൽ നടന്ന വലിയൊരു കലാപമായിരുന്നു മലബാർ കലാപം. ഇതിന് നമ്മൾ മാപ്പിള കലാപം എന്നും പറയാറുണ്ട്. അപ്പം മലബാർ കലാപം നടന്നത് മലബാറിലാണ്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് മാപ്പിള കലാപം. വാഗൺ ട്രാജഡി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. വാഗൺ ട്രാജഡി മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തടവുകാരെ ചരക്ക് വാഗണിൽ കൊണ്ടുപോകുന്നതിനിടെ ശ്വാസം മുട്ടി കുറേ പേര് മരിച്ചു. അപ്പോൾ ആ ഒരു ദുരന്തമാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മലബാർ കലാപവും വാഗൺ ട്രാജഡിയും 1921 നടന്നത്. അത് കഴിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന ഉപ്പ് സത്യാഗ്രഹം 1930. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയുടെ ഭാഗമായി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നു. കേരളത്തിൽ പയ്യന്നൂരായിരുന്നു. കേളപ്പനാണ് നേതൃത്വം നൽകിയത്. പിന്നെ നമുക്കുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1931. 30 ഉപ്പ് സത്യാഗ്രഹം, 31 ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശനത്തിനും സാമൂഹിക സമത്വത്തിനും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് നടന്ന സമരം ആയതിനാലാണ് ഇതിനെ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് ക്ഷേത്രപ്രവേശനം, അതായിരുന്നു മുഖ്യമായ കാര്യം. അതുപോലെ തന്നെ സാമൂഹിക സമത്വത്തിന് വേണ്ടി, എല്ലാവർക്കും സമത്വം എന്നൊരു കാഴ്ചപ്പാടിലേക്ക്. അടുത്തത് നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ ഭരണത്തിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് വിവിധ സമൂഹങ്ങൾ ചേർന്ന് നടത്തിയ പ്രക്ഷോഭം. തിരുവിതാംകൂറിൻ്റെ ഭരണത്തിൽ പ്രാതിനിധ്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നാവശ്യപ്പെട്ട് വിവിധ സമൂഹങ്ങൾ ചേർന്ന് നടത്തിയ പ്രക്ഷോഭമായതുകൊണ്ടാണ് അതിന് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് 1932. അത് കഴിഞ്ഞ് 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇതൊരു PSC ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം 1936 പഠിച്ചു, പക്ഷേ 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. ഇതിലൂടെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം ലഭിച്ചു. മുമ്പൊന്നും അവർക്ക് അവകാശമില്ലായിരുന്നു, എല്ലാ ജാതിക്കാർക്കും കയറാൻ പറ്റൂലായിരുന്നല്ലോ. ഇപ്പോൾ ഇതിലൂടെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശം ലഭിച്ചു.
കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലൊന്നായിരുന്നു ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കേരള പി എസ് സിയിലല്ല, കേരള ചരിത്രത്തിൽ PSC ചോദിച്ചുകൊണ്ട് ഇരിക്കുന്ന പലപ്പോഴും ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ഏതൊരു PSC ക്വസ്റ്റ്യൻ എടുത്താലും ഏതെങ്കിലും ഒരെണ്ണം കാണും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വശങ്ങളും കുറച്ച് സംഭവങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി എടുത്തൊരു വീഡിയോയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ PSC ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്